ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നാഷണൽ സെൻറ്റർ ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ NCCE നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ NCUI ആണ്. ദ ഒറിജിൻ ഓഫ് NCUI ഡേറ്റഡ് ബാക്ക് 1948. 1948ലാണ് NCUI ഒറിജിൻ ചെയ്തിട്ടുള്ളത്. വെൻ എ നാഷണൽ കോൺഫറൻസ് ഓഫ് ഇന്ത്യൻ കോപ്പറേറ്റീവ് കോൺഗ്രസ് വാസ് ഹെൽഡ് അറ്റ് ബാംഗ്ലൂർ. നമ്മുടെ കോപ്പറേറ്റീവ് കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് ഓൺ ഇന്ത്യൻ കോപ്പറേറ്റീവ് കോൺഗ്രസ് ബാംഗ്ലൂരിൽ വെച്ചിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. ദിസ് കോൺഫറൻസ് ഡിസൈഡഡ് ടു ഹാവ് എ നാഷണൽ ഓർഗനൈസേഷൻ എസ്പെഷ്യലി ഇൻ ദ നോൺ ഒഫീഷ്യൽ സെക്ടർ. ഈ ഒരു കോൺഫറൻസിലാണ് കോപ്പറേറ്റീവ് നോൺ ഒഫീഷ്യൽ സെക്ടറിൽ ഒരു ഓർഗനൈസേഷൻ, നാഷണൽ ലെവൽ ഓർഗനൈസേഷൻ വേണം എന്നുള്ളൊരു ഡിസിഷൻ ഉണ്ടായിട്ടുള്ളത്. ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ടുക്ക് സ്റ്റെപ്സ് ഫോർ ഇംപ്ലിമെൻറ്റിംഗ് ദിസ് ഡിസിഷൻ ഇൻ കൺസൾട്ടേഷൻ വിത്ത് RBI. RBIയുടെ ഒരു കൺസൾട്ടേഷനിലാണ് ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുള്ളത്, അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് ഒക്കെ എടുത്തിട്ടുള്ളത്. According to a national level cooperative union was organized in 1949. 1949 നാഷണൽ ലെവൽ കോപ്പറേറ്റീവ് യൂണിയൻ വന്നത് എങ്ങനെയാണ്? ബൈ അമാൽഗമേറ്റിംഗ് ഓൾ ഇന്ത്യ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് അസോസിയേഷൻ ഓഫ് 1928 ആൻഡ് ഇന്ത്യൻ പ്രൊവിഷ്യൽ ബാങ്ക്സ് അസോസിയേഷൻ ഓഫ് 1929. ഈ രണ്ട് ഓർഗനൈസേഷനും അമാൽഗമേറ്റ് ചെയ്തുകൊണ്ടാണ് ഒരു നാഷണൽ ലെവൽ കോപ്പറേറ്റീവ് യൂണിയൻ എന്ത് ചെയ്തിട്ടുള്ളത്, നിലവിൽ വന്നിട്ടുള്ളത്. The union was organized and registered as a cooperative society under the Multi-Unit Cooperative Societies Act of 1942. അന്നത്തെ മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1942 പ്രകാരമാണ് ഈ യൂണിയൻ ഓർഗനൈസ് ആൻഡ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ദ ഒറിജിൻ നെയിം ഓഫ് ദിസ് യൂണിയൻ വാസ് ഇന്ത്യൻ കോപ്പറേറ്റീവ് യൂണിയൻ വിത്ത് ഹെഡ് ക്വാർട്ടേഴ്സ് അറ്റ് ന്യൂഡൽഹി. The name was subsequently changed as All India Cooperative Union. പിന്നെ അതിനുശേഷം അത് എന്തായി മാറി? All India Cooperative Union എന്നായിട്ട് മാറി. After the Gowala Committee report, name was finally changed as National Cooperative Union of India. അപ്പോൾ ഇന്നത്തെ NCUI ആയത് ഗോർവാല കമ്മിറ്റിയുടെ റിപ്പോർട്ടിന് ശേഷമാണ്. അപ്പോൾ ഇത്രയാണ് NCUI വന്നതിലുള്ളത്. 1948 ആക്ച്വലി ഇത് വന്നിട്ടുണ്ട്. നമ്മുടെ കോപ്പറേറ്റീവ് കോൺഗ്രസിൻ്റെ കോൺഫറൻസിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇങ്ങനെ ഒരു സ്ഥാപനം വേണം, നാഷണൽ ലെവലിൽ നോൺ ഒഫീഷ്യൽ സെക്ടറിൽ വേണം എന്നുള്ളൊരു ആവശ്യമുണ്ടായിട്ട് RBIൻ്റെ കൺസൾട്ടേഷനിലൂടെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇങ്ങനെ ഒരു സ്ഥാപനം നാഷണൽ ലെവലിൽ ഒരു യൂണിയൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് ഒക്കെ എടുത്തിട്ടുള്ളത്. അങ്ങനെ രണ്ട് സ്ഥാപനങ്ങൾ അമാൽഗമേറ്റ് ചെയ്തുകൊണ്ട് എന്ത് വന്നു, നാഷണൽ ലെവൽ കോപ്പറേറ്റീവ് യൂണിയൻ നിലവിൽ വന്നു. ദെൻ അത് രജിസ്റ്റർ ചെയ്തത് മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ്. അന്നത്തെ പേര്, ആ പേരിന് ശേഷം അത് എന്തായി മാറി, ഇന്ത്യൻ കോപ്പറേറ്റീവ് യൂണിയൻ ആയിട്ട് മാറി. ദെൻ അതിന് ശേഷമാണ് എന്ത് ചെയ്തത്, ഗോർവാല കമ്മിറ്റീൻ്റെ റിപ്പോർട്ടിന് ശേഷമാണ് നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ ഓർ NCUI ആയിട്ട് അത് മാറിയിട്ടുണ്ട്. ദ NCUI ഈസ് നൗ ഹാവിംഗ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് മോർ ദാൻ 25 crores ഓഫ് ഓർഡിനറി മെമ്പേഴ്സ്. Then all the state cooperative unions, the state level and national level cooperative federations, the government of India, the RBI are the members. ഇവരൊക്കെ NCUIയിൽ മെമ്പേഴ്സാണ്. NCUIയിൽ മോർ ദാൻ 25 crores ഓഫ് ഓർഡിനറി മെമ്പേഴ്സ് ഉണ്ട്. ദെൻ ആരൊക്കെയാണ്? സ്റ്റേറ്റ്, നമ്മുടെ ഇന്ത്യയിൽ മൊത്തമുള്ള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻസ്, അതിലുള്ള ആൾക്കാർ, ഇത് സ്റ്റേറ്റ് ലെവൽ ആൻഡ് നാഷണൽ ലെവൽ കോപ്പറേറ്റീവ് ഫെഡറേഷൻസ്, അതിലെ മെമ്പേഴ്സ്, ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, അതേപോലെ നമ്മുടെ RBI മെമ്പേഴ്സ്, എല്ലാവരും ഇതിലെന്താണ്, മെമ്പേഴ്സാണ്. ദെൻ അഡ്മിനിസ്ട്രേഷൻ ഓഫ് NCUI ഈസ് ഹാവിങ് എ 3-tier സിസ്റ്റം. 3-tier സിസ്റ്റമാണ് അവിടുത്തെ അഡ്മിനിസ്ട്രേഷനും കാര്യങ്ങളും നോക്കുന്നത്. എന്തൊക്കെയാണ്? ജനറൽ ബോഡി, ഗവേണിംഗ് കൗൺസിൽ ആൻഡ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി. ഇതാണ് അവരുടെ 3-tier സ്ട്രക്ചർ. അവർ ഓരോ സ്ട്രക്ചറിൽ ഓരോ ടയറിലുള്ള ആൾക്കാരാണ് അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നത്. ദ പ്രസിഡൻറ്റ് ഓഫ് NCUI വിൽ ബി ദ ഹെഡ് ഓഫ് ഓൾ ദീസ്. NCUIയുടെ പ്രസിഡൻ്റ് ആയിരിക്കും ഈ എല്ലാ 3-tierൻ്റെയും ഹെഡ്. NCUI is publishing 2 monthly magazine by the name Cooperator and the Indian Cooperative Review. 2 ബുക്കാണ് എന്ത് ചെയ്യുന്നത്, NCUI പബ്ലിഷ് ചെയ്യുന്നത്. The Cooperator and Indian Cooperative Review. The NCUI is the national level apex body in the cooperative movement in India. ഇന്ത്യയുടെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിലെ ഒരു നാഷണൽ ലെവൽ ഓർഗനൈസേഷനാണ്, അപ്പെക്സ് ബോഡിയാണ് NCUI. All the training and educational program in cooperation are being guided and controlled by NCUI. നമ്മൾ കഴിഞ്ഞ ഇതിൽ ട്രെയിനിങ്ങും എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. NCUIൻ്റെ കീഴിലാണ് ഇതൊക്കെ നടക്കുന്നത് എന്നുള്ളത്.
അപ്പോൾ NCUI അതിൻ്റെ അപ്പെക്സ് ലെവലിലുള്ള ഒരു സ്ഥാപനമാണ്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ്റെ അപ്പെക്സ് ലെവലിലുള്ള സ്ഥാപനം NCUI ആണ്. ദെൻ നമുക്ക് ഇതിൽ ഇനി അടുത്തത് പഠിക്കാനുള്ളത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻസ് ഒക്കെയാണ്. അത് നമുക്ക് അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഈ ഏരിയാസൊക്കെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇതിൽ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സൊക്കെ നമ്മുടെ ലെക്ചർ പോലെ എഴുതി നിങ്ങൾ ആ പോയിൻറ്റ്സൊക്കെ ബൈ ഹാർട്ട് ചെയ്യുക. മാറിപ്പോവരുത്. ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിന് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ പഠിക്കുമ്പോൾ അത് അനദറായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, മാറിപ്പോകാൻ പാടില്ല. ആ ഒരു ലെവലിൽ തന്നെ നിങ്ങൾ നോട്ട്സും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ട് ഈ ഏരിയാസ് പഠിച്ചെടുക്കുക.